ഹലോ എവരി വൺ. 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മളിന്ന് നോക്കുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ്. അതിൻ്റെ പേര് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്നാണ്. വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് നമ്മുടെ ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സബ്ജക്റ്റിനെ പറ്റിയുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് മെയിൻ ടോപ്പിക്സ് ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ട് 5 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ എന്തോന്നാണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ടോപ്പിക്സാണ് നമ്മൾ നോക്കി പോകുന്നത്. അതുമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. കമ്മ്യൂണിക്കേഷനിൽ നമുക്കറിയാം എന്താണ്, നമുക്ക് എക്സ്ചേഞ്ചിങ് ഓഫ് ഐഡിയാസ്, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നു, പകരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അതിൻ്റെ മീനിങ്, ടൈപ്പ്, അതിൻ്റെ യൂസേജ് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഈ ഒരു സിലബസിൽ നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ ഇറക്കുന്നതായിരിക്കും. അടുത്തൊരു മെയിൻ ടോപ്പിക്ക് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളുള്ളത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ചിങ് ഓഫ് ഐഡിയാസ് ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നോക്കുന്നത്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നത്. നമുക്കതിൻ്റെ പല ടൈപ്പും ഉണ്ട് കേട്ടോ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതിലൊന്നാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതിന് നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ എന്ന് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. വേറൊരു ടൈപ്പാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതിന് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് സ്ട്രിങ്, ക്ലസ്റ്റർ കമ്മ്യൂണിറ്റി, ഗോസിപ്പ് ചെയിൻ എന്നൊക്കെ അതിന് നമുക്ക് വീണ്ടും സബ് ഹെഡ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ടോപ്പിക്ക് കവർ ചെയ്തിട്ടുള്ള നോട്ട്സൊക്കെ നമ്മൾ ഈ ഒരു വൈക്കോമേഴ്സിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിനൊന്നും ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട. പിന്നീട് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുമ്പം ഡയമെൻഷൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഈ ഫസ്റ്റ് മൊഡ്യൂൾ എൻറ്റയർലി ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഈ 2 വാക്കിലാണ്. അതിൻ്റെ ടൈപ്സ്, യൂസേജ്, അതിൻ്റെ ഡയമെൻഷൻസ്, ടൈപ്സ്, അതൊക്കെയാണ് അവർ പറഞ്ഞു പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ. അതിൽ ഡയമെൻഷനിൽ നമുക്ക് കാണാം ഡൗൺവേർഡ് ഉണ്ട്, അപ്വേർഡ് ഉണ്ട്, ഹൊറിസോണ്ടൽ, ഔട്ട്വേർഡ്, ഇൻവേർഡ്, ഡയഗണൽ, അങ്ങനെ ഒരു 6 ക്ലാസിഫിക്കേഷൻ ഇതിൻ്റെ അത് അവർ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മൾ മൊഡ്യൂൾ 2 പറ്റിയാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ബിസിനസ് കറസ്പോണ്ടൻസ് എന്നാണ് നമ്മൾ ആ മൊഡ്യൂളിൻ്റെ പേര്. അത് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ആദ്യം എന്താണ് ബിസിനസ് ലെറ്റർ എന്നാണ് കേട്ടോ. ബിസിനസ് ലെറ്റർ എന്ന് പറയുമ്പം വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർമൽ ലെറ്ററാണ്. അതെന്താണ്, അതൊന്നെങ്കിൽ നമ്മൾ ആ ലെറ്റർ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത്, ഓർഗനൈസേഷൻ്റെ അകത്ത് ഉള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷന് കൊടുക്കുന്ന ഒരു ഫോർമൽ ടൈപ്പ് ഓഫ് ലെറ്ററിനെയാണ് നമ്മൾ ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി മീൻസ് എന്താണ് ബിസിനസ് ലെറ്റർ, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ മെറിറ്റ്, ഡീമെറിറ്റ്, ഹൗ ടു പ്രിപ്പയർ എ ബിസിനസ് ലെറ്റർ എന്നതൊക്കെ നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്ത് പോകുന്ന ടോപ്പിക്സാണ്. പിന്നീട് നമുക്കുള്ളത് പ്രിപ്പറേഷൻ ഓഫ് FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊരു ചെറിയ ടോപ്പിക്കാണ്. പിന്നീട് ചാറ്റ് ബോക്സ്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ മെയിൻ ഹെഡിങ്ങിനെ പറ്റി മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കവർ ചെയ്ത് പോകുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വീഡിയോസ് പിന്നാലെ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ചാറ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അതിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഈ ചാറ്റ് ബോക്സിൻ്റെ യൂസേജ് ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ചാറ്റ് ബോക്സ് കൊണ്ടുള്ള ഉപയോഗങ്ങളെല്ലാം നമുക്കൊരു സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു ടോപ്പിക്കാണ് ലെറ്റർ ഓഫ് എൻക്വയറി എന്നത്. ലെറ്റർ ഓഫ് എൻക്വയറി മീൻസ് ഇതെന്താണ്, ഒരു ഫോർമൽ റിക്വസ്റ്റ് ഫോർ ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് അവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മളെ ബിസിനസ്സിലുള്ള പ്രോഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ സർവീസ് ആവട്ടെ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ചോദിക്കുന്ന ഒരു എൻക്വയറിയാണ് ഈ ഒരു ലെറ്റർ ഓഫ് എൻക്വയറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഒരു ചെറിയൊരു കുഞ്ഞ് ചാപ്റ്ററാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ. വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ആരൊക്കെ നമ്മൾ ഈ നോട്ട്സൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി. നമ്മൾ വരുന്ന വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 2-ൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോക്കാം മൊഡ്യൂൾ 3 എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നത്. ബാക്കി തന്നെ ഉണ്ട് മൊഡ്യൂൾ 3 എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്, ആ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഉണ്ട്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെ, ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ മോർ ദാൻ 2 persons, അതായത് 2-ൽ കൂടുതൽ ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ന് പറയാം, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത് വരുന്ന എന്താണ് ബിസിനസ് മീറ്റിംഗ്. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന മീറ്റിങ്സ്, എന്ത് തരം മീറ്റിങ്സ് നടക്കാം. ഓക്കെ, അത് ഫോർമലുണ്ട്, ഇൻഫോർമലുണ്ട്, അങ്ങനെ അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ യൂസേജ്, ഇങ്ങനെ നടത്തുന്ന മീറ്റിങ്സിൻ്റെ മെറിറ്റുകൾ, ഡീമെറിറ്റ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത്. വീണ്ടും നോക്കൂ കോൺഫറൻസ്. ഓക്കെ, കോൺഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളൊരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, എന്താണ് ഒരു കോൺഫറൻസ് നമുക്ക് ഓർഗനൈസ് ചെയ്യുമ്പോഴുള്ള ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സാണ് ഈ ഒരു കോൺഫറൻസ് എന്നൊരു ഹെഡിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ മോഡേൺ മെത്തേഡ്സ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് കോൺഫറൻസ് നടത്തേണ്ട പുതിയ മെത്തേഡ്സ്. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഈ ഒരു കോൺഫറൻസ് എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ് ഫിസിക്കലായിരുന്നു, ആളുള്ള പ്രസൻസ് ആ ഒരു മീറ്റിങ്ങിൽ വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് എന്താണ് കമ്പ്യൂട്ടറൊക്കെ വന്നതോടെ അല്ലെങ്കിൽ AI ഒക്കെ വന്നതോടെ നമുക്ക് എല്ലാം എന്താണ് വീഡിയോ കോൺഫറൻസ് ഉണ്ട്, ഓഡിയോ കോൺഫറൻസ് ഉണ്ട്, അങ്ങനെ അതിൻ്റെ പല മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് നോക്കി പോകുന്നുണ്ട്. പിന്നെ PR പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അടുത്ത നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 4 ആണ് ബിസിനസ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ജസ്റ്റ് എന്താണ് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ബിസിനസ് ഡോക്യുമെൻറ്റേഷൻ വേറെ ഒന്നുമില്ല, നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈച്ച് ആൻഡ് എവറി ടാസ്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള എന്തൊക്കെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറ്റുന്നുണ്ട്, അതിൻ്റെ ടൈപ്സും കാര്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഫയലിംഗ്, പിന്നെ ഇൻഡെക്സിങ്, ഇതെങ്ങനെ വെച്ചാൽ കുഞ്ഞു ചെറിയ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത് ബിസിനസ് നോട്ടീസ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ നോട്ടീസ് പ്രിപ്പയർ ആയി ചെയ്യുന്നത്, ആ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത്. നോക്കാം. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂൾ എന്ന് പറയുമ്പം ബിസിനസ് റിപ്പോർട്ടാണ്. ഓക്കെ, ബിസിനസ് റിപ്പോർട്ടിൽ നമ്മൾ ബിസിനസ് പ്രപ്പോസലിനെ പറ്റി പറയുന്നുണ്ട്. ബിസിനസ് പ്രപ്പോസൽ എന്താണ്, ജസ്റ്റ് ഒരു ഫോർമൽ ഒരു പ്രപ്പോസലാണ്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പറ്റിയുള്ളൊരു ഫോർമൽ ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് പ്രപ്പോസലിനെ പറ്റി പറയുന്നത്. അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നെ പറ്റിയൊക്കെ അതിൻ്റെ ടൈപ്സും കാര്യമൊക്കെ നമ്മൾ ഈ ഒരു 5th മൊഡ്യൂളിൽ നോക്കി പോകുന്നുണ്ട്. പിന്നെ ഡ്രാഫ്റ്റിംഗ് ഓഫ് റിപ്പോർട്ട്സ്, എങ്ങനെയൊക്കെ റിപ്പോർട്ട് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം, ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ലാസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന പുതിയ എമർജിങ് ട്രെൻഡ്സിനെ പറ്റി നമ്മളൊരു ടോപ്പിക് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മളെ ഒരു സബ്ജക്റ്റിൻ്റെ പേരും പിന്നെ അതിൽ 5 മൊഡ്യൂളുണ്ട്, ആ മൊഡ്യൂൾസിൻ്റെ പേരും ജസ്റ്റ് അതിൽ വരുന്ന എല്ലാ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ ഫർദർ വീഡിയോകളും അതിൻ്റെ അല്ലാത്ത ക്ലാസ്സുകളും നമ്മളെ ആപ്പിൽ ലഭ്യമാണ്. ഓക്കെ.